ഓക്കെ, സോ നമ്മുടെ ഇപ്പൊ ടോപ്പിക്ക് തന്നെ മാറിപ്പോയല്ലോ. ടോപ്പിക്ക് നമ്മൾ ഇന്ന് പവർ പോയിന്റ് ആണ് അല്ലെ. പവർ പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തിനാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്? Can anyone tell me എന്തിനാണ് നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്? ആർക്ക് വേണമെങ്കിലും പറയാം. എല്ലാവരുടെയും മൈക്ക് ഓൺ ആണ്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് പറഞ്ഞോളൂ. അറിയാവുന്നവർ പറയാം. മീറ്റിങ്ങിലൊക്കെ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനല്ലേ? ഓക്കെ, മീറ്റിംഗിലെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ, അതായത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ കാണിക്കണോ, വീഡിയോസ് കാണിക്കണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ, വീഡിയോസ് കാണിക്കണോ അല്ലെ? എന്തെങ്കിലും ടെക്സ്റ്റുകൾ നിങ്ങളെ കാണിക്കണോ? ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണ് അല്ലെ. കൊറോണ തുടങ്ങിയപ്പോ തൊട്ട് എല്ലാം ഓൺലൈൻ ആണ്. ഓൺലൈൻ ആകുമ്പോഴത്തേക്കും നമ്മള് മീറ്റിങ്ങുകൾ വരെ ഓൺലൈനിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പവർ പോയിന്റ് വഴി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടാണ്, അതിങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ബിസിനസ് എന്താണ്, ഒരു മാസം എത്ര ബിസിനസ് ചെയ്തു, ഓക്കെ, ബിസിനസ് ചെയ്തു, അതൊരു ടേബിൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക്, ഓഫീസിലുള്ള മറ്റവർക്ക് റിവ്യൂ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. മന്ത്ലി ആകുമ്പോൾ വലിയ വലിയ കമ്പനീസിനൊക്കെ റിവ്യൂ മീറ്റിംഗ്, ഓരോ മാസം എത്ര ബിസിനസ് നടന്നു, ഇതങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? എന്താണ്, പവർ പോയിന്റിൽ ഒരു സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കി നമുക്കൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് കാണിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിയിട്ട്. ഇത് ഇത്രയാണ് നമ്മൾക്ക് സെയിൽസ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ഡേറ്റ കാണിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാം. ഒരു മീറ്റിംഗിൽ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമ്മൾക്ക് പവർ പോയിന്റിന്റെ സഹായം തേടാം. ഓക്കെ, സോ പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതില് കുറെ സ്ലൈഡ്സ് ചേർന്നതാണ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈഡുകൾ, അതായത് ഒരു ബുക്കിന്റെ പേജ് എന്താണ്? It is a group of slides which contains information, images, videos of a particular topic arranged systematically. Yes. ഓക്കെ, നമ്മളൊരു ബുക്കിൽ നമ്മളെ പേജുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന മാതിരി തന്നെ. സോ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്കിലുള്ള പേജിന് ഈക്വലന്റ് ആണ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരോ സ്ലൈഡ് ഓരോരോ ടോപ്പിക് ആയിരിക്കും നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ലൈഡ് ഉണ്ടാക്കും. അങ്ങനെ കുറെ സ്ലൈഡുകൾ ചേർന്നതാണ് ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രസന്റേഷൻ ആണ് നമ്മൾ ഒരു എന്താണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറെ സ്ലൈഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട്സുകളൊക്കെ ഞാൻ പവർ പോയിന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് 4ന്റെ EVSന്റെ ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ചാപ്റ്റർ 9 ഒരു പ്രസന്റേഷൻ ഉണ്ട്. അപ്പൊ ആ പ്രസന്റേഷനകത്ത് എന്താണ്, കുറെ പേജസ് കാണും, കുറെ സ്ലൈഡുകൾ കാണും. കാരണം ചാപ്റ്റർ 9 എന്ന് പറഞ്ഞാൽ കുറെ ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഓരോരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഓരോരോ സ്ലൈഡ് ആക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ കുറെ സ്ലൈഡുകൾ ചേർന്നിട്ട് ഒരു പ്രസന്റേഷൻ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ പവർ പോയിന്റ് എന്ന് പറയുക. ഒരു പ്രസന്റേഷൻ വിച്ച് കണ്ടെയ്ൻസ് മെനി സ്ലൈഡ്സ്. ഓക്കെ, ഈക്വലന്റ് ടു എ ബുക്ക്. ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് 4ന്റെ IT-യുടെ ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. അപ്പൊ ഇത് ഒരൊറ്റ ബുക്കായിട്ടാണ്. ഇതിനകത്ത് എന്താണ്, കുറെ പേജുകൾ ഉണ്ട്. അതുപോലെയാണ് ഈക്വലന്റ്, അതേ കൺസെപ്റ്റ് ആണ് നമ്മൾ പ്രസന്റേഷൻ എന്ന് പറഞ്ഞത്. ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് കുറെ സ്ലൈഡുകൾ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ എന്താണ് പവർ പോയിന്റ് എന്നുള്ളത്? ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഞാൻ നോട്ട് അയച്ചു തന്നതാണ്. എല്ലാരും മറന്നുപോയി, കുറെ ഗ്യാപ്പ് ആയി കഴിഞ്ഞപ്പോൾ വിട്ടുപോയി എല്ലാരും. ഓക്കെ, ഇനി നമ്മൾ സ്ലൈഡിന്റെ ഒരു പല പല പാർട്സുകൾ ഉണ്ട്. ഒരു സ്ലൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് മെനി പാർട്സ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനൊരു സ്ലൈഡ് കാണിച്ചു തരാം. മ്യൂട്ട് ചെയ്യൂ. ആരുടെ മൈക്കാണ് ഓൺ ആയിരിക്കുന്നത്? യെസ്, ഇത് നിങ്ങളുടെ ചാപ്റ്റർ, ഇത് ക്ലാസ് 3 ആണ്. ഓക്കെ, ചാപ്റ്റർ 9ന്റെ സ്ലൈഡാണ് ഇത് കാണുന്നത്. ഇത് കണ്ടോ, നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാപ്റ്റർ 9 പ്ലാൻസ് അറൌണ്ട് അസ്. ഇത് ഒരു സ്ലൈഡാണ്, ഇത് ഒരു പേജാണ്. അടുത്ത സ്ലൈഡ്, അങ്ങനെ കുറെ സ്ലൈഡുകൾ ഉണ്ട്. താഴോട്ട് പോകുമ്പോ കണ്ടോ മാറുന്നുണ്ടോ? ഇതാണ് ലെഫ്റ്റ് സൈഡിലാണ് സ്ലൈഡ്സ് കിടക്കുന്നത്. ഓക്കെ, ദീസ് മെനി സ്ലൈഡ്സ്. എത്ര സ്ലൈഡ് ഉണ്ട്? 7 സ്ലൈഡ് ചേർന്നതാണ് ഒരു പ്രസന്റേഷൻ.
ഓഫ് ചാപ്റ്റർ 9 ക്ലാസ് 3. ഓക്കെ, ക്ലാസ് 3യുടെ ചാപ്റ്റർ 9ന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 സ്ലൈഡുകൾ ഉണ്ട്. ഓക്കെ, ദിസ് 7 slides together called the presentation of chapter 9. മനസ്സിലായല്ലോ? ഐഡിയ കിട്ടിയല്ലോ? സോ ഇത്രയും ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ലൈഡുകൾ ഉണ്ട്, 7 സ്ലൈഡുകൾ ഉണ്ട്. ഓരോന്നും ഓരോ ടോപ്പിക്കുകളായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് എന്താണ് ഫംഗ്ഷൻ ഓഫ് റൂട്ട്സ്, അങ്ങനെ ഡിഫറെന്റ് സ്ലൈഡ്സ് ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം 7 സ്ലൈഡ് ആയപ്പോൾ ആ ചാപ്റ്റർ 9 കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് എ പ്രസന്റേഷൻ. ഇതാണ് നമ്മുടെ പവർ പോയിന്റിന്റെ ഒരു വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നമുക്ക് പല പല ഭാഗങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഡിഫറെന്റ് പാർട്സ് ഓഫ് എ പവർ പോയിന്റ് പ്രസന്റേഷൻ. ഫസ്റ്റ് വൺ ഈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടെക്സ്റ്റ് നോക്കാതെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്താണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറഞ്ഞാൽ. വിച്ച് ഏരിയ? ക്യാൻ യു സീ ദിസ്? ഞാൻ ഇവിടെ ഒരു സർക്കിൾ ഇടുന്ന കാണുന്നുണ്ടോ? ക്യാൻ യു സീ ദിസ്? ഞാൻ ഇവിടുന്ന് ഒരു ആരോ ഇങ്ങോട്ട് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ആരോ എൻഡ് ചെയ്യുന്ന ഭാഗം നോക്കുക. എന്നിട്ട് ഇതാണ് സർക്കിൾ ചെയ്തിരിക്കുന്നത്. ദിസ് ഏരിയ ലെഫ്റ്റ് കോർണറിൽ ഏറ്റവും മുകളിലായിട്ട് ദിസ് ഏരിയ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തംസ് അപ്പ് കാണിക്കുക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദിസ് ആരോ, ഇത് ഒരു ആരോ മുകളിലേക്ക് പോവാണ്. ഇങ്ങനെ മുകളിലേക്ക് പോയി ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ദിസ് ഏരിയ ഈസ് കോൾഡ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, സോ ഇതിന് നമ്മൾക്ക് എന്താണ് സാധാരണ നമ്മൾക്ക് അൺഡു, റീഡു, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതൊക്കെ അടങ്ങിയതാണ് നമ്മളുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീഡു, അൺഡു ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ സ്ലൈഡ് ഷോ, സ്റ്റാർട്ട് സ്ലൈഡ് ഷോ, ഇങ്ങനെ കുറെ ടൂൾസ് ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന ഒരു ഭാഗമാണ് നമ്മള് എന്ത് പറയുന്നത്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് എ പ്രസന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ഈസ് ടൈറ്റിൽ ബാർ. ക്യാൻ യു സീ ദിസ്? ചാപ്റ്റർ 9 എന്നുള്ള പേര് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ദിസ് ആരോ. ചാപ്റ്റർ 9 പവർ പോയിന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണുന്നുണ്ടോ? ഈ ആരോ നോക്കിക്കേ, ദിസ് ആരോ എൻഡ് ചെയ്യുന്ന ഭാഗം നോക്കിക്കേ. ഞാൻ അവിടെ ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ട്. ചാപ്റ്റർ 9 പവർ പോയിന്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നു. എന്ന് പേരുള്ളത് കാണുന്നുണ്ടല്ലോ. ദിസ് ഈസ് കോൾഡ് വാട്ട്? ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ലൈഡിന്റെ പേര്, ഈ പ്രസന്റേഷന്റെ പേരാണത്, ചാപ്റ്റർ 9. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ദ ടൈറ്റിൽ ഓഫ് ദിസ് പ്രസന്റേഷൻ. It is called a title bar. അതായത് ഈ പ്രസന്റേഷന്റെ പേര് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ടൈറ്റിൽ ബാർ. ഓക്കെ, സോ 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആൻഡ് ടൈറ്റിൽ ബാർ. നെക്സ്റ്റ് വൺ ഈസ് റിബൺ. റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ചേർന്നതാണ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ ക്ലിയർ ആയിട്ട്. ദിസ് ഏരിയ, ഇത്രയും ഭാഗം, ദിസ് ഏരിയ ഈസ് കോൾഡ് റിബൺ. ഓക്കെ, ഇതിനകത്താണ് നമ്മൾക്ക് ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നമ്മളെ സഹായിക്കുന്ന എല്ലാ ടൂളുകളും അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ദിസ് എൻറ്റയർ ടൂൾസ് ടുഗെദർ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? റിബൺ. ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് കുറെ നമ്മൾ വേർഡിനകത്തൊക്കെ കുറെ ടൂൾസുകൾ പഠിച്ചതാണ്. അതുപോലെ പവർ പോയിന്റിൽ കുറെ ടൂളുകൾ ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന മൊത്തം ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് കോൾഡ് റിബൺ. ക്ലിയർ? അപ്പൊ 3 കാര്യങ്ങൾ കണ്ടു. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ, റിബൺ. കുറച്ച് പഠിക്കാം. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ ഫസ്റ്റ് വൺ നോക്കി, പേജ് നമ്പർ 60 എടുത്തേ.
60 എടുത്തേ, പേജ് നമ്പർ 60. പേജ് നമ്പർ 60 എടുത്തിട്ട് ഫസ്റ്റ് വൺ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ധാർമ്മിക് ഒന്ന് വായിച്ച മോനെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണെന്നുള്ളത്. Contains shortcut button for frequently used actions such as undo, radio, save and redo, save and start slide. Slide show. Yes. So quick access toolbar എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? undo button, redo button, save button, start slide show. ഇങ്ങനെ 4 ബട്ടൺ ആണ് നമ്മൾക്ക് എവിടെയാണ്? ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഏറ്റവും ഇടത്തെ അറ്റത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലായിട്ടാണ് നമ്മൾക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കാണാൻ സാധിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എന്താണ്? ടൈറ്റിൽ ബാർ ആണ്. നൈനിക വായിച്ച ടൈറ്റിൽ ബാർ. This is the topmost bar and displays the name of the current PPT. It also has 3 shortcut buttons on the right to minimize, maximize, and close the window respectively. ടൈറ്റിൽ ബാർ ഞാൻ പറഞ്ഞു എവിടെയാണ്? ഈ സ്ലൈഡിന്റെ PPT എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷനെ നമ്മൾ PPT എന്നും പറയും. ഓക്കെ, പവർ പോയിന്റ് പ്രസന്റേഷൻ, അതായത് പ്രസന്റേഷൻ ആ പവർ പോയിന്റിന്റെ എക്സ്റ്റൻഷൻ ആണ്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക PPT എന്നാണ്. അപ്പൊ വേർഡ് ഫയലിന് .doc എന്നുള്ളത് പോലെ പവർ പോയിന്റിന് .ppt എന്ന് പറയാം. അത്രയൊന്നും നിങ്ങൾ അറിയണ്ട. PPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷനെ നമ്മൾ PPT എന്നും പറയും. ഓക്കെ, സോ എന്താണ് ടൈറ്റിൽ ബാറിൽ എന്തൊക്കെയാണ് കാണുക? ഈ പ്രസന്റേഷന്റെ ടൈറ്റിൽ, ഈ പ്രസന്റേഷന്റെ പേരെന്താണ്? ഓക്കെ, നമ്മൾ പവർ പോയിന്റ് വരുമ്പോ പേജ് ഒന്നും പറയില്ല. പവർ പോയിന്റിൽ എന്താണ് പറയുന്നത്? പ്രസന്റേഷൻ എന്നാണ് പറയുക. പ്രസന്റേഷൻ അല്ലെങ്കിൽ PPT എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം അത് പവർ പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങൾ PPT റെഡിയാക്കിയോ അല്ലെങ്കിൽ പ്രസന്റേഷൻ റെഡിയാക്കിയോ എന്നൊക്കെ നമ്മൾ എന്താണ് ഓഫീസിലൊക്കെ ചിലർ ചോദിക്കും. നാളത്തെ മീറ്റിംഗിന് PPT റെഡിയാക്കിയോ അല്ലെങ്കിൽ പ്രസന്റേഷൻ റെഡിയാക്കിയോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മളത് പവർ പോയിന്റ് ആണ്. ഓക്കെ, പവർ പോയിന്റിൽ ആ മാറ്റർ റെഡിയാക്കിയോ എന്നാണ് ചോദിക്കുക. ഓക്കെ, സോ ടൈറ്റിൽ ബാർ എന്താണ്? ഈ പ്രസന്റേഷന്റെ പേര്. ഓക്കെ, ഈ പ്രസന്റേഷൻ ഞാൻ പറഞ്ഞു ഇത് ചാപ്റ്റർ 9ന്റെ ക്ലാസ് 3യുടെ ചാപ്റ്റർ 9 ആണ്. അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ 9 എന്ന് പറഞ്ഞ് സേവ് ചെയ്താലുള്ള നമുക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ. ക്ലാസ് 3യിലെ നമുക്ക് ചാപ്റ്റർ 9 പഠിപ്പിക്കണം അല്ലെ, അവർക്ക് ക്ലാസ് എടുക്കണം. അപ്പൊ ഞാൻ ചാപ്റ്റർ 9 എന്ന് പറഞ്ഞ് സേവ് ചെയ്താലേ എനിക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്ലൈഡിന്റെ പേരാണ് ചാപ്റ്റർ 9. ഓക്കെ, അതാണ് ടൈറ്റിൽ ബാറിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമുക്ക് റൈറ്റ് എൻഡിലായിട്ട് 3 ബട്ടണിന്റെ കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മാക്സിമൈസ്, മിനിമൈസ് ആൻഡ് ക്ലോസ്. ഓക്കെ, നമ്മുടെ സ്ലൈഡിനെ ചെറുതാക്കാൻ, ദാറ്റ് ഈസ് മിനിമൈസ്. റൈറ്റ് സൈഡിലായിട്ട് നോക്കി, റൈറ്റ് കോർണറിലായിട്ട് ഞാൻ ഇവിടെ ആരോ ഇട്ടിട്ടുണ്ട്. റൈറ്റ് കോർണറിലായിട്ട് ഒരു ഡാഷ് ഉണ്ട്, ഒരു സ്ക്വയർ ഉണ്ട്, ഒരു എക്സ് ബട്ടൺ ഉണ്ട്. എക്സ് ബട്ടൺ പ്രസ് ചെയ്താൽ ഈ പവർ പോയിന്റ് ക്ലോസ് ആകും. ഈ സ്ക്വയർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം, ഇതിപ്പോ മാക്സിമം സ്റ്റേജിലാണ് കിടക്കുന്നത്. സ്ക്രീൻ മുഴുവനായിട്ട് നമ്മൾക്ക് സ്ലൈഡ് നമുക്ക് കാണാൻ സാധിക്കും. മിനിമൈസ് എന്ന് പറഞ്ഞാൽ സ്ലൈഡിനെ ചെറുതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് നമ്മൾക്ക് ടൈറ്റിൽ ബാറിൽ നമ്മൾക്ക് പവർ പോയിന്റ് പ്രസന്റേഷന്റെ പേര്, മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് ബട്ടൺ ആൻഡ് ക്ലോസ് ബട്ടൺ, ഇത്രയും ചേർന്നതാണ് നമ്മളുടെ എന്താണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. Okay, then Fatima, ribbon wise ribbon. This is the bar just below the title bar and contains various tabs with command and action buttons divided into groups. Notice that the formatted commands are similar to those in Microsoft Word. Yeah, Word, MS Word. Okay. So this is the bar just below the title bar. Yes. ഞാൻ പറഞ്ഞു ഈ ടൈറ്റിൽ ബാറിന്റെ അടിയിൽ കാണുന്ന മൊത്തത്തിലുള്ള ഈ
ടൂൾസുകളെല്ലാം ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾക്ക് എന്താണ് റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടാബുകളും കുറെ കമാൻഡ്സുകളും എന്തൊക്കെ നമുക്ക് ഓപ്ഷൻസ് കുറെ ഉണ്ട്, ടൂളുകൾ കുറെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ലേ ഔട്ട് നമ്മൾ കുറെ വേർഡിനകത്ത് പഠിച്ചതല്ലേ, ടൂൾസ് ആൻഡ് കമാൻഡ്സ് ഒക്കെ പഠിച്ചതാണ് അല്ലെ. പേജ് ഫോർമാറ്റിങ്ങിന്, വേർഡ് ഫോർമാറ്റിങ്ങിനൊക്കെ കുറെ ടൂളുകൾ പഠിച്ചു. അതെല്ലാം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. കട്ട് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, പേസ്റ്റ് ചെയ്യാൻ, റീസെറ്റ് ചെയ്യാൻ, ലേ ഔട്ട്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അതെല്ലാം ചേർന്ന ടാബുകളെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിബൺ ഏരിയ, റിബൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഇന്ന് പഠിച്ചാൽ മതി. എല്ലാം കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. സോ 3 എണ്ണം നമ്മൾ പഠിച്ചു ഇന്ന്: ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ടൈറ്റിൽ ബാർ ആൻഡ് റിബൺ. ഓക്കെ, സോ ഇവിടെ എത്ര പേർക്ക് വീട്ടിലെ സിസ്റ്റം ഉണ്ട്? ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ? എനിവൺ? നോ വൺ. നൈനികയ്ക്ക് മാത്രമേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് എടുത്തു നോക്കുക നൈനിക. ഓക്കെ, പവർ പോയിന്റ് ഒന്ന് എടുത്ത് നോക്കുക. വീട്ടില് സിസ്റ്റം ഉള്ളവർ ചെയ്ത് നോക്കുക, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ബാക്കിയുള്ളവർ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നിങ്ങൾ അത് എടുത്ത് എത്ര ഞാൻ പഠിപ്പിച്ചാലും നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാവുകയാണ് ചെയ്യാം. ടൂൾസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കണം കേട്ടോ, വീട്ടില് സിസ്റ്റം ഉള്ളവർ. ഓക്കെ.